വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിതയും കൊണ്ട് ശ്രീരഞ്ജിനി വരാത്തതിൽ നോക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സത്യഭാമ നടക്കുന്നുണ്ട്. അന്നേരം എത്ര നേരമായി കാണാഞ്ഞിട്ടെന്നൊക്കെ പറയുമ്പോൾ അവൾ എപ്പോൾ വേണമെങ്കിലും വന്നോട്ടെ, ഇത്ര തിടുക്കപ്പെട്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്തിനാണ്? അതേ പൊന്നി പറഞ്ഞപ്പോൾ നിനക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായില്ലേ? നുണപരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവൾ ഒരു നാടകം കളിച്ചത് മാത്രമാണ്. അവളെ കൊണ്ടുപോയി നുണപരിശോധനയ്ക്ക് ഹാജരാക്കുകയാണ് വേണ്ടത് എന്നൊക്കെ രാഘവൻ നായർ പറയുമ്പോഴും ഭാമ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുകയാണ്. ഈ സമയത്ത് വിഷ്ണു ശാലിനിയും കൂടി അവിടേക്ക് ജീപ്പിൽ വരികയാണ്. അന്നേരം ഇവരെന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ അതെന്താ അവർക്ക് ഇവിടെ വന്നൂടെ? അവൻ്റെ വീടല്ലേ ഇത്, അവനല്ലേ ഇവിടെ വരേണ്ടത്, അവൻ എപ്പോൾ വേണമെങ്കിലും വരാം, പിന്നെ സുസ്മിതയാണോ ഇവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കേണ്ടത് എന്ന് രാഘവൻ നായർ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ഭാമ ഒന്ന് അടങ്ങി നിൽക്കുകയാണ്. പക്ഷേ വിഷ്ണു ശാലിനിയും വീടിനകത്തേക്ക് കയറുന്നില്ല. അവർ ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ മുറ്റത്ത് തന്നെ താങ്ങി നിൽക്കുകയാണ്. അന്നേരം എന്താണ് മക്കളെ അവിടെ തന്നെ നിൽക്കുന്നത്, ഇങ്ങോട്ട് കയറി പാടാന്നൊക്കെ രാഘവൻ നായർ വിളിക്കുന്നുണ്ട്. അന്നേരം ഭാമ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ദേഷ്യമൊന്നുമില്ല. പക്ഷേ വിഷ്ണു ശാലിനിയും കയറി വരാതെ മുറ്റത്ത് നിൽക്കുമ്പോൾ രാഘവൻ നായർ ഭാമയെ നോക്കി അങ്ങ് കണ്ണുരുട്ടി കാണിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ശ്രീരഞ്ജിനി സുസ്മിതയും കൊണ്ട് അവിടേക്ക് എത്തുകയാണ്. തുടർന്ന് ജീപ്പിൽ നിന്ന് ഇറങ്ങുന്ന സുസ്മിതയാണെങ്കിൽ ശാലിനിയും വിഷ്ണുവിനെയും കാണുകയാണ്. അന്നേരം ഇത് ഇവളാണ് എന്നെ കിഡ്നാപ്പ് ചെയ്തതെന്ന് ശ്രീരഞ്ജിനിയോട് പറയുമ്പോൾ ശ്രീരഞ്ജിനി അത് വലിയ മൈൻഡ് ആക്കുന്നില്ല. തുടർന്ന് എടി നീ എന്നെ കിഡ്നാപ്പ് ചെയ്യുമല്ലേ എന്നും പറഞ്ഞ് ശാലിനിയുടെ കൊങ്ങയ്ക്ക് കഴുത്തിനെ അങ്ങ് കുത്തിപ്പിടിക്കുകയാണ്. സത്യഭാമയുടെ വണ്ടിയോട് ചേർത്ത് നിർത്തി അങ്ങ് കഴുത്തിനെ അങ്ങ് പിടിക്കുമ്പോൾ അങ്ങ് ശ്വാസം മുട്ടുന്നുണ്ട് ശാലിനിക്ക് നന്നായിട്ട്. അന്നേരം വിഷ്ണു പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. പക്ഷേ സുസ്മിത അങ്ങോട്ട് മാറുന്നില്ല. തുടർന്ന് കോൺസ്റ്റബിളിനോടും ശ്രീരഞ്ജിനി പറയുന്നുണ്ട് പിടിച്ചു മാറ്റാനായിട്ട്. രണ്ടുപേരും കൂടി ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. ശാലിനി അങ്ങ് ചുമക്കുകയൊക്കെ ചെയ്യുകയാണ് ശ്വാസം കിട്ടാതെ. തുടർന്ന് ശ്രീരഞ്ജിനി ഇങ്ങോട്ട് വന്നിട്ട് സുസ്മിത അങ്ങ് പെട്ടെന്ന് പിടിച്ചു മാറ്റുകയാണ്. അന്നേരം എന്താ ഇതെന്നും പറഞ്ഞിങ്ങനെ ഇവളാണ് കിഡ്നാപ്പ് ചെയ്തതെന്ന് പറയുമ്പോൾ സുസ്മിതയുടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് ശ്രീരഞ്ജിനി. അന്നേരം അടി കൊണ്ട് സുസ്മിത അങ്ങ് താഴെ വീഴുകയാണ്. അന്നേരം ഇത് കണ്ട് മാഡം എന്നിങ്ങനെ സത്യഭാമ വിളിക്കുന്നുണ്ട്. പക്ഷെ അതാരും അത്ര കാര്യമാക്കുന്നില്ല. അത് കാണുമ്പോൾ രാഘവൻ നായർക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിഷ്ണു ആണെങ്കിൽ ശാലിനിയോട് ചോദിക്കുന്നുണ്ട്. ശാലിനി ചുമക്കുകയൊക്കെ ചെയ്യുകയാണ്. കഴുത്തൊക്കെ ഇങ്ങനെ തടവുന്നുണ്ട്. തുടർന്ന് ഇതെന്താ ഇത്, കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയെടുത്തും എന്നെ അടി, അവിടെ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെയും അടി, ഞാൻ എന്താ വഴിച്ചെൻ്റെയോ മറ്റോ ആണോ എന്നും പറഞ്ഞ് എനിക്ക് നീതി വേണം എന്നൊക്കെ പറഞ്ഞാൽ തറയിൽ കിടന്നങ്ങ് സുസ്മിത പ്രസംഗിക്കുകയാണ്. അന്നേരം എഴുന്നേൽക്കടി എന്ന് പറയുമ്പോൾ സുസ്മിത കേൾക്കുന്നില്ല. തുടർന്ന് അങ്ങോട്ട് എഴുന്നേൽക്കടി എന്നും പറഞ്ഞ് സുസ്മിത അങ്ങോട്ട് പിടിച്ചെഴുന്നേപ്പിച്ച് വലിച്ചുകൊണ്ട് സത്യഭാമയുടെ ഉമ്മറത്തേക്ക് കയറുകയാണ് ശ്രീരഞ്ജിനി. തുടർന്ന് സത്യഭാമയുടെ മുമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നങ്ങ് തള്ളുകയാണ്. എന്നിട്ട് പറയണം മര്യാദയ്ക്ക് അടങ്ങി നിന്നോളണം, ഞാൻ പറയുന്നതും കേട്ട് മനസ്സിലായടിയും ചോദിക്കുകയാണ്. അന്നേരം സുസ്മിത ഒന്നും മിണ്ടുന്നില്ല. അന്നേരം സത്യഭാമ ചോദിക്കുന്നുണ്ട് എന്തിനാ ഇവളെ ഇങ്ങനെയായിട്ട് ഉപദ്രവിക്കുന്നത് എന്ന് ഇവൾ തട്ടിക്കൊണ്ടുപോയത് ഇവളെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ നമുക്ക് ഇവിടെ വെച്ച് തന്നെ കോംപ്രമൈസ് ആക്കാമെന്ന് പറഞ്ഞിട്ട് ഇനി നീ കഥ പറഞ്ഞാട്ടെ എന്ന് സുസ്മിതയോട് പറയുകയാണ്. അന്നേരം സുസ്മിത അങ്ങ് അന്തം വിട്ട് നോക്കി കഥയോ കണ്ടോ ഭാമാൻ്റെ, ഞാൻ പറയുന്നതൊക്കെ ഇവർ തമാശയായിട്ടാണ് എടുക്കുന്നതെന്നും പറഞ്ഞ് സുസ്മിത അഭിനയം തുടങ്ങുകയാണ്. അന്നേരം സത്യഭാമ പറയുന്നുണ്ട് മാഡം, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ആരോടെങ്കിലും സ്നേഹമോ അനുകമ്പയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിവിടെ പ്രകടമാക്കരുതെന്ന്. അന്നേരം ശ്രീരഞ്ജിനി തിരിച്ച് അതേപോലെ മറുപടി പറയുന്നുണ്ട്. എനിക്ക് ആരോടെങ്കിലും സ്നേഹമോ മമതയോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് 2 പാക്കറ്റ് ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കാം, അല്ലാതെ ഇതുപോലെ കാണിക്കില്ല എന്ന് പറയുമ്പോൾ സത്യഭാമയും മിണ്ടുന്നില്ല. പക്ഷേ സംഭവം ഒന്നും മനസ്സിലാകാതെ മുറ്റത്ത് തന്നെ നിൽക്കുകയാണ് വിഷ്ണു ശാലിനിയും. ഇനി ശ്രീരഞ്ജിനി എന്താണ് കാണിച്ചു കൂട്ടുന്നതെന്നാണ് അവർ നോക്കി നിൽക്കുന്നത്. തുടർന്ന് ശ്രീരഞ്ജിനി പറയുകയാണ് പഞ്ചകൈലാസത്തിൽ ഉണ്ടായ രോഹിത്തിൻ്റെ മിസ്സിംഗ് കേസും നിങ്ങളുടെ മകൾക്ക് അവിടെ വെച്ചുണ്ടായ അപകടവും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് തന്നെയാണ് ഇതുവരെയുള്ള എൻ്റെ അന്വേഷണത്തിലുള്ള കണ്ടെത്തൽ. ആ രോഹിത് മിസ്സിംഗ് കേസിലും ഈ കേസിലുമൊക്കെ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥ ഇൻസ്പെക്ഷൻ വേണമെന്നൊക്കെ പറഞ്ഞ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയത് നിങ്ങളാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ മകൾക്കുണ്ടായ അപകടത്തെ പറ്റി നിങ്ങൾക്കൊന്നും അറിയണ്ട എന്നുണ്ടെങ്കിൽ ഈ കേസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. എനിക്കിവിടെ നിന്ന് വിയർക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ സത്യാമ്മയും ചോദിക്കുമ്പോൾ ഭാമയ്ക്ക് അവിടെ ഉത്തരമില്ല. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട് ഭാമയെ അവരന്വേഷിക്കട്ടെ, നീ തടയണ്ടെന്ന് പറയുമ്പോൾ ശരി ആയിക്കോളൂ എന്നിങ്ങനെ സത്യഭാമ സമ്മതിക്കുകയാണ്. അന്നേരവും ഭാമ അതിനെ ഒത്തുചേർന്ന് നിൽക്കുമ്പോൾ സുസ്മിത ഒന്നുകൂടി പേടിക്കുകയാണ്. തുടർന്ന് സുസ്മിതയോട് പറയുന്നുണ്ട് ഇനി നീ ആ ബാക്കി കഥ പറഞ്ഞാട്ടെ എന്ന് സുസ്മിതയോട് ശ്രീരഞ്ജിനി പറയുന്നുണ്ട്. തുടർന്ന് ആ കഥ വേണം പറയാനെന്ന് പറയുമ്പോൾ സുസ്മിത പറഞ്ഞു കിടക്കുകയാണ്. വിഷ്ണുവേട്ടനും ശാലിനിയും കൂടി എന്നെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അന്നേരം എങ്ങനെ തട്ടിക്കൊണ്ടുപോയി, അവരാണ് എന്നുള്ളതിന് എന്താണ് ഉറപ്പ്, നീ വിശദമായിട്ട് പറയുമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോകുന്ന വഴി ഒരു സ്ഥലത്ത് വെച്ച് ഒരു കാറിൽ വന്നാണ് 2 പേര് എന്നെ തട്ടിക്കൊണ്ടുപോയത്. പൊന്നി പിന്നാലെ വന്നെങ്കിലും എവിടെയോ കല്ലിൽ തട്ടി വീണു, പിന്നെ അവൾക്ക് വരാനായിട്ട് സാധിച്ചില്ല, ബോധം പോയി എന്നൊക്കെ പറയുകയാണ്. അന്നേരം ഇനി പൊന്നി സംസാരിക്കട്ടെ, ദൃക്സാക്ഷി
സുസ്മിതയല്ലേ പൊന്നി എന്ന് പറഞ്ഞിട്ട് പൊന്നി ചോദ്യം ചെയ്യാനായിട്ട് ശ്രീരഞ്ജിനി തുടങ്ങുകയാണ്. അന്നേരം സുസ്മിത അത് അത്ര വരെ പറയുന്നുള്ളൂ. വിഷ്ണുവിനെയും ശാലിനിയും പേരെങ്കിലും പറയുന്നെങ്കിലും അവരാണെന്നതിന് തെളിവൊന്നുമില്ലല്ലോ എന്നൊക്കെ ശ്രീരഞ്ജിനി ചോദിക്കുന്നുണ്ട്. തുടർന്ന് നിങ്ങൾ എങ്ങനെയാണ് മാർക്കറ്റിൽ പോയത്, നടന്നാണോ ഓട്ടോയിലാണോ കാറിലാണോ എന്നൊക്കെ വിശദമായിട്ട് ചോദിക്കുകയാണ്. അന്നേരം വീട്ടു സാധനങ്ങൾ തീരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പോയി വാങ്ങിക്കാറാണ് പതിവ്. പക്ഷേ ഇത്തവണ സാധനങ്ങളൊന്നും തീർന്നില്ലായിരുന്നു. പക്ഷെ സുസ്മിത നിർബന്ധിച്ചിട്ടാണ് മാർക്കറ്റിലേക്ക് പോയതെന്ന് പറയുന്നുണ്ട്. അന്നേരം പിന്നെ എന്തിന് നടന്നു പോയി, എന്താ കാർ എടുക്കാതിരുന്നതെന്ന് ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്. അന്നേരം അത് സുസ്മിത പറഞ്ഞിട്ട് തന്നെയാണ് പിന്നെ വണ്ണം കുറയ്ക്കാനായിട്ട് നടക്കുന്നത് നല്ലതാണ്, ശരീരത്തിലെ ദുർമേധസ്സൊക്കെ പോകാനായിട്ട് നടക്കുന്നത് നല്ലതാണെന്ന് സുസ്മിത പറഞ്ഞു എന്ന് പൊന്നി പറയുകയാണ്. അന്നേരം ആരുടെ ദുർമേധസ് എന്ന് ചോദിക്കുമ്പോൾ സുസ്മിതയുടെ തന്നെ എന്ന് പൊന്നി പറയുന്നുണ്ട്. അന്നേരം എല്ലാവരും സുസ്മിതയെ തന്നെ ശ്രദ്ധിക്കുകയാണ് ഈ പൊന്നി പറയുന്ന കാര്യങ്ങളൊക്കെ. തുടർന്ന് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ നടന്നു പോയിട്ട് സുസ്മിതയുടെ പെരുമാറ്റമൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വ്യായാമം തടി കുറയ്ക്കാനൊക്കെയാണ് നടക്കുന്നത് എങ്കിലും അതിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. വാങ്ങിച്ച സാധനങ്ങൾ മുഴുവൻ ഞാൻ തന്നെയാണ് ചുമന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ ആരെയോ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സുസ്മിതയ്ക്ക് അവിടെ നിന്ന് പോരാനേ മടിയുള്ളതുപോലെ എനിക്ക് തോന്നി. ആ സ്ഥലത്ത് വെച്ച് തന്നെയാണ് തട്ടിക്കൊണ്ട് പോയത് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും സുസ്മിതയെ സംശയത്തോടു കൂടി നോക്കുകയാണ്. അന്നേരം സുസ്മിതയും ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. സുസ്മിത നിർബന്ധിച്ചിട്ടാണ്, ഈ ബാലചന്ദ്രന്റെ പ്ലാൻ അനുസരിച്ചാണല്ലോ പൊന്നിയെയും കൂട്ടി സുസ്മിത മാർക്കറ്റിലേക്ക് പോയത്. തുടർന്ന് ശ്രീരഞ്ജിനി ചോദിക്കുന്നുണ്ട്, സുസ്മിത ഇങ്ങനെ ഇടയ്ക്ക് നടക്കാനൊക്കെ പോകാറുണ്ടോ, വ്യായാമമൊക്കെ ചെയ്യാറുണ്ടോ എന്ന്. അങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു സംഭവമേ കണ്ടിട്ടില്ല. 8-8:30 മണി വരെ പോത്ത് പോലെ കിടന്നുറങ്ങുന്നതാണ് കാണാറുള്ളത് എന്നിങ്ങനെ പൊന്നി പറയുമ്പോൾ സുസ്മിത ചിന്തിക്കുകയാണ്, അയ്യോ ആകെ പെട്ടല്ലോ, ആ സ്ഥലത്ത് നിന്നത് ബാലചന്ദ്രൻ തട്ടിക്കൊണ്ട് പോകാൻ വരും എന്നുദ്ദേശിച്ചാണല്ലോ, അതിപ്പോൾ ഇവിടെ പറയാനും പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് സുസ്മിത അങ്കലാപ്പിൽ അടുത്ത നുണ ആലോചിക്കുകയാണ് എന്ത് പറയും എന്നുള്ളതിനെ കുറിച്ച്. അന്നേരം വേറെന്തെങ്കിലും സംശയമുണ്ടോ എന്ന് പൊന്നിയോട് ചോദിക്കുമ്പോൾ സുസ്മിതയ്ക്ക് ആ സ്ഥലത്ത് നിന്ന് പോരാൻ നല്ല മടിയായിരുന്നു, അവിടെ തന്നെ താറി നിന്നു, ഇടയ്ക്കൊക്കെ ആരെയോ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ പൊന്നി പറയുകയാണ്. തുടർന്ന് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രീരഞ്ജിനി ചോദിക്കുമ്പോൾ സുസ്മിത അവിടെ ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. തട്ടിക്കൊണ്ട് പോകാനുള്ള കാറ് മുന്നിലേക്ക് വന്ന് നിർത്തിയിട്ടും അവർ സുസ്മിതയെ കയറി പിടിച്ചിട്ടും അത് ചെറുത്ത് നിൽക്കാനൊന്നും സുസ്മിത നോക്കിയില്ല. അവരുടെ കൂടെ അങ്ങ് കയറി പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നീടൊന്ന് ആലോചിച്ചപ്പോൾ അതൊരു ഒത്തുകളി പോലെയാണ് എനിക്ക് തോന്നിയതെന്ന് പൊന്നി പറയുകയാണ്. എന്നിട്ട് സത്യഭാമയുടെ മുഖമൊക്കെ ചുവന്നു വരികയാണ്. വിഷ്ണു എന്നെ നോക്കി അങ്ങ് ശാലിനി ചിരിക്കുകയാണ്. സംഭവം ഏറെക്കുറെ അവർക്ക് വ്യക്തമായി കഴിഞ്ഞിരുന്നോ. തുടർന്ന് അവസാന ചോദ്യം എന്ന് പറഞ്ഞ് പൊന്നിയോട് ചോദിക്കുകയാണ്, വിഷ്ണുവും ശാലിനിയും കൂടിയാണോ സുസ്മിതയെ തട്ടിക്കൊണ്ട് പോയതെന്ന്. അന്നേരം 2 ആണുങ്ങളാണ് തട്ടിക്കൊണ്ട് പോയത്. അവർ മുഖംമൂടി ധരിച്ചിരുന്നു, അതുകൊണ്ട് മുഖം വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിച്ചില്ല. പക്ഷേ തടിയും പൊക്കവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വിഷ്ണു കുഞ്ഞ് ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നു എന്ന് പൊന്നി പറയുകയാണ്. അന്നേരം വിഷ്ണുവും ശാലിനിയും ഒന്നുകൂടി ധൈര്യത്തോടെ നിൽക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, അവരെന്നെ റോഡിൽ വെച്ച് തട്ടിക്കൊണ്ട് പോയി എന്ന് ഞാൻ പറഞ്ഞില്ല, അവരാളെ വെച്ച് തട്ടിക്കൊണ്ട് പോയതാണ്. ശാലിനി എന്നെ അവിടെ കൊണ്ടുപോയി പാർപ്പിച്ചിരുന്ന ഗോഡൌണിൽ വന്നിരുന്നു, പിന്നെ ചൈന കോളനിയിലെ പെണ്ണുങ്ങളെ കൊണ്ട് എന്നെ തല്ലിച്ചു എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമ ശാലിനിയെ അങ്ങ് നോക്കുകയാണ്. അന്നേരം നിനക്കാകുമെങ്കിൽ അതങ്ങോട്ട് തെളിയിക്കടിയെന്ന് ശാലിനി മനസ്സിൽ സുസ്മിതയെ നോക്കി കരുതി അങ്ങ് ഊറി ചിരിക്കുകയാണ്. അന്നേരം ആ ചിരി കണ്ടിട്ട് ദേ അവൾ ചിരിക്കുന്ന കണ്ടോ എന്നിങ്ങനെ സുസ്മിത പറയുകയാണ്. തുടർന്ന് അത് കേൾക്കാനായിട്ട് കാത്തിരുന്നത് പോലെ സുസ്മിതയുടെ സംഭാഷണം കേട്ടതുപോലെ തന്നെ ശാലിനിയും വിഷ്ണുവും കൂടിയും അകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് ശാലിനി ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഇത്രയും കല്ല് വെച്ച നുണകൾ കേട്ടാൽ ആരെങ്കിലും എന്നെ ചിരിക്കാതിരിക്കുമോ മാഡം, ഇവളെ ആരൊക്കെ ചേർന്ന് ഞങ്ങൾ തന്നെ തട്ടിക്കൊണ്ടുപോയി, ഞാനാണ് ഗോഡൌണിലേക്ക് വന്നിരുന്നു എന്നൊക്കെയല്ലേ ഇവള് പറയുന്നത്. എനിക്ക് തോന്നുന്നത് തട്ടിക്കൊണ്ടുപോയ ആരെങ്കിലും ഇവളുടെ തലയ്ക്കും കാണും അടി കൊടുത്തു കാണും, ഇവളുടെ വെളിവെങ്ങാനും പോയി കാണും എന്നൊക്കെ അങ്ങ് ശാലിനി ശ്രീരഞ്ജിനി നോക്കി അങ്ങ് മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട്. അന്നേരം ശ്രീരഞ്ജിനി സമ്മതിക്കുകയാണ്, സുസ്മിതയുടെ ബോധമൊന്നും പോയിട്ടില്ല, തലയ്ക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല ബോധത്തോടു കൂടിയല്ലേ സുസ്മിതയെ സംസാരിക്കുന്നതെന്ന് ഇങ്ങനെ തോളിൽ കൈവച്ച് ചോദിക്കുമ്പോൾ അതെ മാഡം എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നല്ല ബോധത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നതെന്ന് സുസ്മിതയും പറയുന്നുണ്ട്. അന്നേരം ഈ ശാലിനി പറഞ്ഞതൊക്കെ സത്യഭാമയും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ രാഘവൻ നായർക്ക് അത് നുണയാണ്, അത് സംഭവമൊക്കെ മനസ്സിലായി തന്നെയാണ് ഇരിക്കുന്നത്. തുടർന്ന് ഇനി നീ അവിടെ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടാൻ എങ്ങനെയാണ് സാഹചര്യം ഉണ്ടായതെന്ന് ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്. അന്നേരം അത് നിങ്ങളൊക്കെ വന്നല്ലേ എന്നെ രക്ഷപ്പെടുത്തിയതെന്ന് സുസ്മിത ചോദിക്കുകയാണ്. അതായത് നീ നിന്റെ ഫോണിൽ നിന്ന് തന്നെ നിന്റെ ഫാമാൻറ്റിയെ വിളിക്കുന്നു, രക്ഷപ്പെടണമെന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ നിന്റെ ഫോണിൽ തന്നെ നീ അയച്ചു കൊടുക്കുന്നു, അങ്ങനെ ഞങ്ങൾ വന്നു എന്നൊക്കെ പറയുമ്പോൾ അതെ എന്നിങ്ങനെ സുസ്മിത സമ്മതിക്കുകയാണ്. എന്നിട്ട് ശ്രീരഞ്ജിനി ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, അപ്പോൾ തട്ടിക്കൊണ്ട് പോയവർ നിന്നെ അമ്യൂസ്മെന്റ് പാർക്കിലാണോ സുസ്മിതയെ കൊണ്ടുപോയി താമസിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ സുസ്മിത അങ്ങ് വീണ്ടും പെട്ട് നിൽക്കുകയാണ്.
തുടർന്നും ശ്രീരഞ്ജിനി ചോദിക്കുന്നുണ്ട്, നിന്നെ അവിടെ ഫ്രീ ബേഡായിട്ട് തുറന്നു വിട്ടിരിക്കുകയായിരുന്നു എന്ന്. അന്നേരം അല്ല, എൻ്റെ 2 കൈയും അവിടെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു, നിങ്ങൾ വന്നപ്പോൾ കണ്ടതല്ലേ എന്ന്. അന്നേരം ഞങ്ങൾ വന്നപ്പോൾ കണ്ട കഥയൊക്കെ അവിടെ നിൽക്കട്ടെ, പിന്നെ നീ എങ്ങനെ ഫോൺ ചെയ്തു എന്ന്. അന്നേരം എൻ്റെ ഒരു കൈ ലൂസായിരുന്നു, അത് അഴിച്ചിട്ടാണ് ഞാൻ ഭാമ ആൻറ്റി ഫോൺ ചെയ്തതെന്ന്. അന്നേരം അപ്പോൾ നമ്മൾ വന്നപ്പോൾ നിന്നെ കെട്ടിയിട്ട അവസ്ഥയിലായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കാവൽ നിന്നിരുന്നവർ പുറത്തേക്ക് പോയപ്പോഴും ഞാൻ കെട്ടഴിച്ച് പിന്നെ ഫോൺ ചെയ്തതാണ്. പിന്നീട് അവർ വന്ന് കണ്ടപ്പോൾ അഴിഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് അവർ വീണ്ടും എന്നെ കെട്ടിയിട്ടു എന്ന് ഇങ്ങനെ സുസ്മിത പറയുകയാണ്. അന്നേരം സുസ്മിത വീണ്ടും ദേഷ്യം അഭിനയിക്കുകയാണ്. നിങ്ങൾ എന്താ വാദിയെ പ്രതിയാക്കാൻ നോക്കുകയാണോ? ഞാൻ പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാകുന്നില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം പ്രതിയാക്കാൻ നോക്കുകയല്ല, പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്, അത് വഴിയെ മനസ്സിലാകുമെന്ന് ശ്രീരഞ്ജിനി പറയുന്നുണ്ട്. തുടർന്ന് ശ്രീരഞ്ജിനി പറയുകയാണ്, അപ്പോൾ സുസ്മിത പറഞ്ഞ അനുസരിച്ച് സുസ്മിതയെ കിഡ്നാപ്പേഴ്സ് തട്ടിക്കൊണ്ടുപോയി കൈ 2 കെട്ടിയിട്ടു. പിന്നെ നിനക്ക് ഫോൺ ചെയ്യാൻ സൗകര്യം അനുസരിച്ച് ഫോൺ അവിടെ തന്നെ വെച്ചിരുന്നു, ഒരു കൈ ലൂസാക്കിയും വെച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ നീ ഫോൺ ചെയ്ത ശേഷം പിന്നീട് തിരിച്ച് അതേപോലെ കെട്ടി വെച്ചു, ഇതൊക്കെയല്ലേ, ഇങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ്. നേരം ശാലിനി മനസ്സിൽ കരുതുകയാണ്, ഞാൻ തന്നെയാടി അതൊക്കെ ചെയ്യിപ്പിച്ചത്, നിന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഒരു കെട്ട് ലൂസാക്കി തന്നത്, എന്നാലേ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റൂ, നിന്നെ ഇവിടെ എത്തിക്കേണ്ട ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു എന്ന് ശാലിനി ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് സുസ്മിത അങ്ങ് പറയുന്നുണ്ട്, ഇവളാണ് എന്നെ തട്ടിക്കൊണ്ടുപോയതെന്നൊക്കെ പറയുമ്പോൾ ശാലിനിക്ക് അതുകൊണ്ട് എന്താ പ്രയോജനം? പക്ഷേ നിനക്ക് ഈ തട്ടിക്കൊണ്ടൽ പോകൽ കൊണ്ട് ഒരു പ്രയോജനമുണ്ട്. നിന്നെ തട്ടിക്കൊണ്ടുപോയാൽ നുണപരിശോധനയ്ക്ക് ഹാജരാക്കണ്ടല്ലോ, പിന്നെ വിഷ്ണുവും ശാലിനിയും കൂടിയാണ് എന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ അവരെയും കൊടുക്കാമല്ലോ, അവരെ മേലിലും കുറ്റം സ്ഥാപിക്കാമല്ലോ, ഇതൊക്കെയല്ലേ നിന്റെ ലക്ഷ്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാമയങ്ങ് ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. സുസ്മിതയ്ക്ക് പക്ഷേ ഉത്തരവില്ല. തുടർന്ന് ശാലിനിയും വിഷ്ണു അങ്ങ് ധൈര്യത്തോടു കൂടി തന്നെ നിൽക്കുമ്പോൾ അവളുടെ ഫോൺ താന്നും പറഞ്ഞ് ആ കോൺസ്റ്റബിളിൻ്റെ കയ്യിൽ നിന്നും പിന്നെ ശ്രീരഞ്ജിനി ഫോൺ വാങ്ങിക്കുകയാണ്. അന്നേരം ഫോൺ എന്തിനാന്നും പറഞ്ഞ് സുസ്മിത വെപ്രാളപ്പെടുകയാണ്. അന്നേരം ഞാനൊന്ന് നോക്കട്ടെ, മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ ഭയം എന്തിനാ സുസ്മിത എന്ന് പറയുമ്പോൾ സുസ്മിത ഒന്ന് അടങ്ങി നിൽക്കുകയാണ്. തുടർന്ന് ഫോൺ പരിശോധിച്ച ശേഷം ആരായി ബാലചന്ദ്രൻ എന്ന് ചോദിക്കുമ്പോൾ സുസ്മിതയും അന്തം വിട്ടിരിക്കുകയാണ്. അന്നേരം ഭാമ ഇങ്ങനെ ബാലചന്ദ്രൻ എന്ന് പറയുമ്പോൾ രാഘവൻ നായർ പറയുന്നുണ്ട്, അത് ഇവിടുത്തെ ഒരു ലോക്കൽ നേതാവാണ്, അത്യാവശ്യം പണമിടപാടും കൊട്ടേഷനും ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ സുസ്മിതയും ബാലചന്ദ്രനും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിക്കുമ്പോൾ സുസ്മിത ഒന്നും മിണ്ടുന്നില്ല. തുടർന്ന് അത് പോട്ടെ, അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഫോൺ ഒന്നുകൂടി പരിശോധിക്കുമ്പോൾ ഈ CI ചിറ്റപ്പൻ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം ശാലിനിയും വിഷ്ണു ഒക്കെ അന്തം വിട്ടിരിക്കുകയാണ്, അവർക്കറിയില്ലല്ലോ ചന്ദ്രബോസ് ചിറ്റപ്പനാണ് എന്നുള്ളത്. തുടർന്ന് ഇതങ്ങനെ വിടാൻ പറ്റില്ല, പറഞ്ഞെന്ന് പറയുമ്പോൾ സുസ്മിത ആദ്യമൊന്നും മിണ്ടുന്നില്ല. എങ്ങനെ വിടാൻ പറ്റില്ല, ഞാനൊന്ന് വിളിച്ചു നോക്കാമെന്നും പറഞ്ഞ് ശ്രീരഞ്ജിനി ചന്ദ്രബോസിനെ വിളിക്കാൻ തുടങ്ങുമ്പോൾ വേണ്ടാന്നും പറഞ്ഞ് കൈ കയറി പിടിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറയുകയാണ്. അന്നേരം അത് ചന്ദ്രബോസ്, ഇവിടുത്തെ സർക്കിള് ചന്ദ്രബോസാണ്, എൻ്റെ ചിറ്റപ്പനാണ്, അച്ഛൻ്റെ അനിയൻ എന്ന് പറയുമ്പോൾ എല്ലാവരും അന്തം വിടുകയാണ്. ശാലിനിക്കും കാര്യം അപ്പോഴാണ് അറിയുന്നത്. അന്നേരം ശ്രീരഞ്ജിനി പറയുകയാണ്, അപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായല്ലോ, നുണപരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ CI ചിറ്റപ്പനെ വിളിക്കുന്നു. അപ്പോൾ ചിറ്റപ്പൻ്റെ ഉപദേശപ്രകാരമോ സ്വന്തം ബുദ്ധിപ്രകാരമോ ബാലചന്ദ്രനുമായിട്ട് ചേർന്ന് ഒരു കിഡ്നാപ്പിംഗ് നാടകം തയ്യാറാക്കുന്നു, ഇതല്ലേ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അല്ല, അങ്ങനെയല്ല എന്നൊക്കെ സുസ്മിത പറയുമ്പോൾ അങ്ങനെയാണ്, അതാണ് സത്യം എന്നിങ്ങനെ ശ്രീരഞ്ജിനി അങ്ങ് തറപ്പിച്ച് പറയുകയാണ്. തുടർന്ന് അങ്ങനെ അല്ല എന്നൊക്കെ വീണ്ടും സുസ്മിത പറയുമ്പോൾ അതിന് തെളിവുണ്ട്, നിന്നെ തട്ടിക്കൊണ്ട് പോയതിനു ശേഷവും നീ ബാലചന്ദ്രനെ ഇതിൽ വിളിച്ചിട്ടുണ്ട്, അതിൽ ഈ കോൾ ലിസ്റ്റിലുണ്ട്, എന്താ നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്, അതിലെ കണ്ടന്റ് എന്താണ്, തട്ടിക്കൊണ്ടുപോയ സ്ഥലത്തെ സുഖസൗകര്യങ്ങളെക്കുറിച്ചോ അതേ അവരുടെ പെരുമാറ്റ രീതിയെക്കുറിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സുസ്മിത അങ്ങ് പെട്ടാകെ കുഴഞ്ഞു നിൽക്കുകയാണ്. അന്നേരം അവിടെ ചെന്നതിന് ശേഷവും ബാലചന്ദ്രനെ വിളിച്ചല്ലോ സുസ്മിത ഗുണ്ടകളുടെ മുമ്പിൽ വെച്ചിട്ടും, അതൊക്കെ ഓർക്കുമ്പോഴും ഒന്നും പറയാൻ പറ്റാതെ ആകെ പെട്ട് സുസ്മിത നിൽക്കുകയാണ്. തുടർന്ന് ശ്രീരഞ്ജിനി സത്യഭാമയോട് പറയുന്നുണ്ട്, ഇവളെ ഇവിടെ കൊണ്ടുവന്ന് ഇതൊന്നും നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, നിങ്ങൾക്ക് നാടിൻ്റെ മുഴുവൻ തീർപ്പ് കൽപ്പിക്കുന്ന സത്യഭാമയുടെ കോടതിയിലും ഇതൊന്നും തെളിയില്ല, നിങ്ങളുടെ കുറേ മിഥ്യാധാരണകൾ മാത്രമാണ് അതൊക്കെ. പിന്നെ ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞു ആരുടെയൊക്കെ അനുഭവമുണ്ട്, അവരോട് ഞാൻ സ്നേഹമൊക്കെ കാണിക്കുന്നു എന്ന്, അതിന് മറുപടി ആയിട്ടാണ് ഞാൻ ഇവളെ ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ നിങ്ങളുടെ തീർപ്പ് കൽപ്പിക്കുന്നതൊന്നും ശരിയല്ല, അതിന് വ്യക്തമായ ഒരു തെളിവാണ് ഇവള് ഇപ്പോഴും നിങ്ങളുടെ വീട്ടിൽ സ്വൈര്യ വിഹാരം നടത്തുന്നു എന്നുള്ളതെന്നൊക്കെ പറയുമ്പോൾ ഭാമ അങ്ങ് തലവുനിച്ച് നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ഇതുവരെയുള്ള എൻ്റെ അന്വേഷണത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ, പിന്നെ സത്യമുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ മാത്രം ഇവളെ നുണ പരിശോധനയ്ക്ക്
ഹാജരാക്കുക, അപ്പോൾ ഞാൻ സത്യമായിട്ടും തെളിച്ചു തരും, ഇവളുടെ നാവിൻ തുമ്പിൽ നിന്ന് തന്നെ ഞാൻ തെളിച്ചു തരും നിങ്ങളുടെ മകൾക്ക് പഞ്ചകൈലാസത്തിൽ എന്താണ് സംഭവിച്ചത്, രോഹിത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ ഞാൻ തെളിയിച്ചു തരും എന്ന് പറഞ്ഞിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ശ്രീരഞ്ജിനി ഇറങ്ങാൻ തുടങ്ങുകയാണ്. അന്നേരം നിൽക്ക് എന്ന് സത്യഭാമ പറയുകയാണ്. അതേസമയം സുസ്മിത ഓടി വന്ന് പറയുകയാണ്, ഭാമ ആൻറ്റി ഇവർ പറയുന്നതൊക്കെ നുണയാണ്, ഞാൻ പറയുന്നതാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് കൈ കയറി പിടിക്കുമ്പോൾ ആ കൈ അങ്ങോട്ട് തട്ടി മാറ്റിയിട്ട് സുസ്മിതയുടെ കരണം നോക്കി സത്യഭാമ ഒന്നങ്ങ് പൊട്ടിക്കുകയാണ്. ആ അടിയിൽ ഷോക്കിൽ ഇങ്ങനെ സുസ്മിത നിൽക്കുമ്പോൾ വേണം എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ രാഘവൻ നായരും ശാലിനിയും വിഷ്ണുവും ഒക്കെ മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഒരു സീൻ കണ്ടതില്ല. തുടർന്ന് അടി കൊണ്ടിട്ട് ഇങ്ങനെ ആ കവിളത്തെ കൈയും വെച്ചിട്ട് ആൻറ്റി എന്നിങ്ങനെ വിളിക്കുകയാണ്. അന്നേരം പിന്നെ ദേഷ്യത്തോടു കൂടി ഭാമ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. മിണ്ടരുത്, നീ എന്നെ അങ്ങനെ വിളിച്ചു പോകരുത് എന്നിങ്ങനെ ഉറക്കെ പറയുമ്പോഴാണ് സത്യഭാമയ്ക്ക് പെട്ടെന്ന് പരിസരബോധം വരുന്നത്. ഒന്ന് വിഷ്ണുവിനെയൊക്കെ നോക്കിയിട്ടും ഭാമ ആ ദേഷ്യം കുറച്ചൊന്ന് അടങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ മകളെക്കാൾ നിന്നെ ഞാൻ വിശ്വസിച്ചു, പക്ഷേ കൂടെ നടന്ന് നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്നും പറഞ്ഞിട്ട് ശ്രീരഞ്ജിനിയോട് പറയുകയാണ്. കൊണ്ടുപൊയ്ക്കോ ഇവളെ എന്ന് പറഞ്ഞിട്ട് സുസ്മിത ഇങ്ങനെ തള്ളി ശ്രീരഞ്ജിനിയുടെ അടുത്തേക്ക് വിടുകയാണ്. നിങ്ങളുടെ തെളിവുകൾ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നിങ്ങളുടെ നിയമവ്യവസ്ഥയ്ക്ക് ഇവളെ തടവിലാക്കാനുള്ള വകുപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഇവളെ നുണ പരിശോധനയ്ക്ക് ഹാജരാക്കണം, എൻ്റെ മുന്നിൽ നിന്നെ കണ്ടുപോകരുത് എന്നൊക്കെ സത്യഭാമ അങ്ങ് സുസ്മിതയോട് പറയുമ്പോൾ അടിപതർ നിൽക്കുകയാണ് സുസ്മിത. ഇനി അവിടെ രക്ഷയില്ല എന്ന് സുസ്മിതയ്ക്ക് മനസ്സിലാവുകയാണ്. അന്നേരം എല്ലാം സമ്മതിച്ച ശ്രീരഞ്ജിനി സുസ്മിതയുടെ തോളത്ത് കൈവച്ചിട്ട് യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തിന്, വാട്ട് ഗ്രൗണ്ട്സ് എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ മിഥ്യാധാരണയാൽ ഒരു കിഡ്നാപ്പിംഗ് നാടകത്തിലൂടെ പോലീസിനെയും കോടതിയെയും ആളുകളെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിന് നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ അവിടെ സുസ്മിത വീണ്ടും പെടുകയാണ്. നുണ പരിശോധനയ്ക്ക് നിന്നെ ഹാജരാക്കാനുള്ള ഒരു മുൻകരുതൽ എന്നും കൂടി പറയാമെന്ന് ശ്രീരഞ്ജിനി പറയുമ്പോൾ സുസ്മിത മനസ്സിലാക്കുകയാണ് തന്നെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത്. തുടർന്ന് സത്യഭാമ സുസ്മിതയോട് പറയുകയാണ്, സുസ്മിത ഞാൻ ഒന്നുകൂടി പറയാം, കോമാവസ്ഥയിൽ കിടന്ന എൻ്റെ മകളുടെ അപകടത്തിനും രോഹിത്തിൻ്റെ ആ അപകടത്തിനുമൊക്കെ നിന്റെ കൈ എന്തെങ്കിലും ഉണ്ട് എന്നറിഞ്ഞാൽ നിനക്ക് ശിക്ഷ വിധിക്കാൻ പോകുന്നത് കോടതിയായിരിക്കില്ല, നിയമവ്യവസ്ഥയുടെ കോടതിയായിരിക്കില്ല, ഈ സത്യഭാമയുടെ കോടതിയായിരിക്കും. മിഥ്യാധാരണയും ബോധങ്ങളും ഒക്കെ വെച്ച് നടത്തുന്ന ഈ സത്യഭാമയുടെ കോടതിയായിരിക്കും നിന്നെ ശിക്ഷിക്കാൻ പോകുന്നത് എന്നിങ്ങനെ കൈ ചൂണ്ടി ദേഷ്യത്തോടു കൂടി ഭാമ അങ്ങ് സുസ്മിതയോട് പറയുകയാണ്. അന്നേരം ആ ഒരു ജയിച്ച സന്തോഷത്തിൽ നിൽക്കുകയാണ് വിഷ്ണുവും ശാലിനി രാഘവൻ നായരും ഒക്കെ. ഭാമയുടെ പ്രവൃത്തിയിലൊക്കെ അങ്ങ് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് രാഘവൻ നായർ. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. എന്തായാലും സുസ്മിതയുടെ അറസ്റ്റ് നടന്നു. സുസ്മിതയെ സത്യഭാമ തല്ലി ഇറക്കിയിരിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇനി ഒരു നുണ പരിശോധനയിൽ ആ റീമേക്കിൽ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിക്കും. ആദ്യം നുണ പരിശോധനയിൽ നിന്നും സുസ്മിത രക്ഷപ്പെടും. പക്ഷെ അവിടെ ശാലിനി കണ്ടുപിടിക്കും സത്യഭാമ അവിടെയും സുസ്മിതയെ തല്ലുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഇനി കാത്തിരുന്ന എപ്പിസോഡുകളാണ്. കോടതിയും കോടതി മുറിയും ശിക്ഷാവിധിയും ഒക്കെ തന്നെയാണ് കാണാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.